അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് അഖീദ പാഠം 1. അല്ലാഹു സുബ്ഹാനഹു വ തആല. ആദ്യം പാഠഭാഗത്തോട്ട് പോവാം, അതിനുശേഷം തദ്രീബാത്തിലോട്ട് പോവാം. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ, വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. യാസീനിലെ 40ാമത്തെ ആയത്താണ് ഇത്. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയാന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോട് നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു. വിമാനങ്ങൾ അപ്രത്യക്ഷമാക്കുന്നു. റോഡപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. സർവശക്തനായ അല്ലാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തിത്തുടിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞാനനായ അല്ലാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട്. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു എത്ര ഉന്നതൻ! നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല. പിന്നീട് അത് മുളക്കുന്നു. നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ച് നോക്കൂ. ചെറിയ വായിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? സർവശക്തനായ അല്ലാഹു തന്നെ. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനില്ലേ? അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാമൊക്കെ കത്തി ചാമ്പലാകുമായിരുന്നു. നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണെങ്കിലോ നാമൊക്കെ തണുത്ത് വിരങ്ങിലിച്ചു പോകുമായിരുന്നു. ഇത്ര കൃത്യവും വ്യക്തവും ഭദ്രവുമായി സർവഗോളങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാഹുവിന് മുമ്പ് നമുക്ക് അങ്ങേയറ്റം വിനയം പ്രകടിപ്പിക്കാം. നിസ്കാരത്തിലെ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്റ് എത്ര അർത്ഥവത്താണ്! സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇനി തദ്രീബാത്തിലോട്ട് പോവാം. തദ്രീബാത്തിലെ 1ാം ഭാഗം കണ്ടെത്താം. അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം. അതിന് ഉദാഹരണമാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. അത് അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണമാണ്. 2. കോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം. വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ, വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. 3. ആ സൂക്തത്തിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ പേര്. യാസീനിലെ 40ാമത്തെ ആയത്താണ്. 2. ശരിയും തെറ്റും
വേർതിരിക്കാം. 1. ഒരേ വെള്ളവും വളവും നൽകപ്പെടുന്ന ചെടികളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്നു. ഇത് അല്ലാഹുവിൻ്റെ കഴിവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 2. മനുഷ്യരായ നാം ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ വൃക്ഷങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ മികച്ച ആസൂത്രങ്ങളിൽ ഒന്നാണിത്. ഇത് ശരിയാണ് തെറ്റാണ്? ശരിയാണ്. 3. ബെൻസ് കാർ ഒരിക്കലും അപകടത്തിൽപ്പെടില്ല. ഇത് തെറ്റാണ്. 3. ആശയം എഴുതാം. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. 2. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. 4. അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ ഒരെണ്ണം പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത് കൂടുതൽ എണ്ണം കണ്ടെത്താം. പാഠഭാഗത്തിൽ പരാമർശിച്ചത് പല്ലിനെ കുറിച്ചാണ്. നമുക്ക് പറയാൻ വേണ്ടി നഖം, മുടി, കാലുകൾ, കൈകൾ ഇതെല്ലാം പറയാം. അപ്പോൾ നല്ലപോലെ പഠിക്കുക, കാര്യങ്ങൾ നല്ലപോലെ വായിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ